പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വീട്ടിൽ ജീവിക്കാൻ ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത മാതാപിതാക്കൾ. എങ്ങനെയുണ്ട്? ഏറെ സങ്കടം തോന്നി. ആ കുട്ടിയുടെ എഴുത്ത് കണ്ടപ്പോഴാണ് പോലീസ് കേസെടുത്തത്. എന്താ അവസ്ഥ? നിങ്ങൾ കരുതും സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളെ ഇങ്ങനെ അതിക്രൂരമായി ഉപദ്രവിക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ അതല്ല. ഈ കുട്ടിയുടെ അമ്മ മരണപ്പെട്ടതാണ്. ഈ കുട്ടിയുടെ പിതാവ് വേറൊരു കല്യാണം കഴിച്ചതാണ്. 2ാം ഭാര്യയുടെ ഉപദ്രവം പോരാതെ പിതാവിൻ്റെയും ഉപദ്രവം. 2ാം അമ്മ ഉപദ്രവിക്കുന്നത് പോട്ടെ, സ്വന്തം മകളായ, സ്വന്തം ചോരയായ ആ മോളെ എങ്ങനെയാണ് ഈ അച്ഛന് ഉപദ്രവിക്കാൻ തോന്നുന്നത്? ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഫോട്ടോ ഇല്ല. അതുണ്ടെങ്കിൽ ഞാൻ കാണിച്ചേനെ. ഇത് വാർത്തയാക്കുമ്പോൾ അവരുടെ ഫോട്ടോ കൂടി വേണമായിരുന്നു. സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കാണണം. ലജ്ജയില്ലാത്തവർക്ക് എന്ത് നാണം അല്ലേ? ആ കുട്ടിയുടെ എഴുത്ത് വല്ലാതെ സങ്കടപ്പെടുത്തി. എന്നാൽ നമുക്കൊക്കെ മക്കളുള്ളതാണ്. എവിടെയാണ് വേദനിക്കാതിരിക്കുക? ഒരു മോൾ അനുഭവിച്ച വേദനയാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. സ്കൂൾ ബുക്കിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി. സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിലാണ്. 2ാം അമ്മയുടെയും പിതാവിൻ്റെയും ക്രൂര മർദ്ദനം പിഞ്ചു കുഞ്ഞിനോടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. അവരും ഒരു അമ്മയല്ലേ? സ്വന്തം മക്കളോടെന്ന പോലെ നമ്മുടെ മക്കൾ, അതേ പ്രായമുള്ള മക്കളെ കണ്ടാൽ നമുക്കും തോന്നില്ലേ? ഈ ഒരു വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം തന്നെ ഇത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സൊന്ന് നൊന്തുപോയി. കുട്ടി എഴുതിയ എഴുത്താണിത് സ്കൂൾ ബുക്കിൽ. ഈ കുട്ടിയെ ഇത്ര നാളും ആ വീട്ടിൽ നിന്നും ഈ മാതാപിതാക്കൾ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എന്നിട്ടും ആ കുട്ടി ആരോടും പറഞ്ഞില്ല. ഈ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് സംഭവം പിടിച്ചത്. കുട്ടി പറഞ്ഞതല്ല. കുട്ടി സ്കൂളിലെത്തിയപ്പോൾ കുട്ടിയുടെ മുഖത്തും കാലിലുമൊക്കെ പാട് കണ്ടു, അടിയുടെ പാട്. അത് കണ്ട അധ്യാപകർ ചോദിച്ചു, മോളെ എന്തു പറ്റി? ഇതെന്താണ് ഇങ്ങനെ പാടൊക്കെ? അപ്പോഴാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. 2ാം അമ്മയും സ്വന്തം പിതാവും കൂടി ഈ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്ന് അധ്യാപകരോട് പറഞ്ഞു. കുട്ടിയുടെ നോട്ട് ബുക്കൊക്കെ പരിശോധിച്ചപ്പോഴാണ് കുട്ടി എഴുതിയ ആ എഴുത്തൊക്കെ കാണുന്നത്. കുട്ടി ആ വീട്ടിൽ അനുഭവിച്ച വേദനകളും യാതനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ ഒരു കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ കുട്ടിയെ തല്ലാറുണ്ടത്രേ. ആ കുറിപ്പിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അനിയനുമായിട്ട് വഴക്കിട്ടപ്പോൾ അമ്മ എൻ്റെ വായയുടെ ഭാഗത്ത് അടിച്ചു, മുഖത്ത്. പുതിയ വീട് വെച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. അപ്പോഴത്തേക്കും എന്നെ അടിക്കുകയും വിരട്ടുകയും ചെയ്യുകയാണ്. എന്നെ ടോയ്ലറ്റിൽ പോകാനും ഫ്രിഡ്ജ് തുറക്കാനും ഒന്നിനും എനിക്കവിടെ സ്വാതന്ത്ര്യമില്ല. എന്തിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അടിയോട് അടിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ പൊന്നുമോള് ആ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ കുറിപ്പാണ് ഇപ്പോൾ തെളിവായി ഇവർക്ക് മുന്നിൽ സാക്ഷി പറയുന്നത്. എന്തൊരു ക്രൂരന്മാരോടോ ഇവരൊക്കെ! നിങ്ങൾ തന്നെ പറ, ഇവരെയൊക്കെ മനുഷ്യഗുണത്തിൽപ്പെടുത്താൻ പറ്റുമോ? എങ്ങനെയാണ് തോന്നുന്നത്? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും സങ്കടം വരുന്നില്ലേ? നമ്മുടെ മക്കളോട് മാത്രമേ നമുക്ക് സ്നേഹം തോന്നുകയുള്ളൂ. നമ്മുടെ മക്കളെ പോലുള്ള മക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നില്ലേ? അതേ ഇഷ്ടം നമുക്ക് തോന്നില്ലേ? ഇവരുടെ ഫോട്ടോ സഹിതമാണ് സോഷ്യൽ മീഡിയയിൽ വരേണ്ടത്. ആ ഫോട്ടോ ഇല്ലാതായിപ്പോയി. ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഒരു പാവം കുട്ടി ആ വീട്ടിൽ എത്രമാത്രം പേടിച്ചിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. എന്നിട്ടും ആ കുട്ടി ആരോടും പറയാതെ നിന്നതാണ്. ആ സ്കൂളിൽ നിന്നും പിന്നെ അധ്യാപകർ കാണുകയായിരുന്നു. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ പുറത്തായത്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കുട്ടി എഴുതിക്കൊണ്ടേയിരിക്കും. ചെറിയ കുട്ടിയാണെന്നുള്ള ഒരു കരുണ പോലും അവർ കാണിച്ചില്ലല്ലോ. ഇതിന് തക്കതായ ശിക്ഷ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ നിന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.